ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യപേക്ഷകർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹബന്ധം അറിയിക്കുന്നു. പുല്ലാട് എബനേസർ ബ്രദർ ക്രിസ്ത്യൻ ചർച്ച് ആരംഭിക്കുന്നതായിട്ടുള്ള വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഒരു സുവിശേഷ ദൂത് അവതരിപ്പിക്കുന്ന ഉചിതമെന്ന് തോന്നുകയാൽ അതിലേക്ക് ഞങ്ങൾ തുനിയുകയാണ്. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് റെഫർ ചെയ്യാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ പ്രയോഗത്തിൻ്റെ സാരം എന്താണ്? ഒരു വ്യക്തി ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാണ് നാം മുമ്പിൽ കണ്ടത്. അത് എങ്ങനെയെന്ന് നോക്കുന്നത് ഉചിതമായി. ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായങ്ങൾ നാം കാണുന്നു. ദൈവമനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും പാപമില്ലാത്ത മരണമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു എന്നും ദൈവകൽപ്പന എപ്പോൾ അവൻ ലംഘിച്ചുവോ അപ്പോൾ അവൻ പാപിയും മരണമുള്ളവനും ദൈവ തേജസ് നഷ്ടപ്പെട്ടവനുമായി തീർന്നു. അത് നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ പാപിയായ മനുഷ്യന് ഒരു പാപമോചനത്തിൽ കൂടി മാത്രമേ തിരിച്ചു വരുവാനായിട്ട് കഴിയൂ. മനുഷ്യൻ തൻ്റെ നിലയിൽ ഈ ദൈവത്തെ അന്വേഷിച്ച് വളരെ അലഞ്ഞു. പ്രകൃതിയിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദൈവങ്ങളിലും അവൻ ആശ്രയിച്ചു. പക്ഷേ ദൈവത്തെ കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അവൻ പാപിയായി തന്നെ മരിച്ച് നിത്യ ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെട്ടു. ഈ അവസരത്തിലാണ് ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുയേശു പാപിക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് കാൽവരിയുടെ മലമുകളിൽ പാപത്തിൻ്റെ ശിക്ഷയായ ക്രൂശുമരണം സ്വയം ഏറ്റുവാങ്ങുന്നത്. ഈ ക്രൂശുമരണം കേവലം യാദൃച്ഛികമല്ല. പിതാവായ ദൈവം പാപിക്ക് മോചനം നൽകുവാൻ ഒരുക്കിയ ഒരു പാപപരിഹാര ബലിയർപ്പണമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഈ പാപപരിഹാര ബലിയിൽ കൂടി ദൈവം വിളംബരം ചെയ്തു. ഈ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശുമരണം ഒരു പാപി തൻ്റെതായി അംഗീകരിക്കുകയും പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ വീണ്ടും ജനനം പ്രാപിക്കുകയും ദൈവഭവനക്കാരും ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരും ആയിത്തീരുവാനുള്ള അവകാശം ദൈവം അവന് നൽകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിത്തീരുകയും പരിശുദ്ധാത്മ അധിവാസം അഥവാ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവനായി തീരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കൂടി വായിക്കുവാനായിട്ട് കഴിയും. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, വീണ്ടും ജനിച്ച വ്യക്തി പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായി അല്ലെങ്കിൽ മന്ദിരമായി രൂപാന്തരപ്പെടുന്നു. അവൻ ദൈവത്തിൻ്റെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും അവകാശിയായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3, 5, 16 എന്നീ വാക്യങ്ങളിൽ വീണ്ടും ജനനത്താൽ ഒരുവൻ ദൈവഭവനക്കാരനായി മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, താങ്കൾ ഈ അനുഭവത്തിൻ്റെ ഉടമയായി തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. കർത്താവെ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ദൈവ മക്കളായി തീരുക. ദൈവം ഏവരെയും ആ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ഈ നിലയിൽ പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി ദൈവിക അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ദൈവ ഭവനത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും പങ്കാളിയായിത്തീരുന്നു. അവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. മരിച്ചാലും എന്നേക്കും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സുവിശേഷത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ നേരിൽ ബന്ധപ്പെടുവാനായിട്ട് കഴിയും. ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അത് മുഖാന്തരം ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് എല്ലാ മഹത്വവും വീഴ്ചയും അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.